നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പുല്ലൂർ പ്രീമിയർ ലീഗ് സീസൺ 6 തുടക്കമായി. അണ്ണാ ഹസാരെ ബിജെപിയുടെ സ്വന്തം ആളായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ.എം. ഷാജി. മടവൂർ ഉറൂസ് മുബാറക്ക് ഈ വർഷവും വിപുലമായി മെയ് 3-4 തീയതികളിൽ നടക്കുന്നു. ഇടതുവലത് മുന്നണികൾ സർവീസ് സഹകരണ സ്ഥാപനങ്ങളെ കൊള്ളയടിക്കുന്നുവെന്ന് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ. നാടിന്റെ ഹൃദയതാളമായി KS ഹംസ. വിശദമായ വാർത്തകൾ. പുല്ലൂർ പ്രീമിയർ ലീഗ് സീസൺ 6 തുടക്കമായി. ജനശ്രദ്ധ നേടിയ 5 സീസണുകൾക്ക് ശേഷം മേപ്പറം പുല്ലൂരിന്റെയും റിയൽ നാഷണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിലാണ് ഈ പ്രാവശ്യം ലീഗ് സംഘടിപ്പിക്കുന്നത്. ഈ വൈകിയ വഴിയിൽ സുദീർഘമായ ഒരു പ്രസക്തിയില്ല എന്നറിയാം. എന്നാലും രണ്ടു വാക്ക് പറഞ്ഞു ഞാൻ നിർത്തുന്നു. മറ്റൊന്നുമല്ല, ഏകദേശം നമുക്കറിയാം 6ാം എഡിഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 5 പ്രാവശ്യവും നമ്മൾ വളരെ സുഗമമായിട്ടാണ് ഈ ഫുട്ബോൾ മേള നടത്തിയിട്ടുള്ളത്. നിങ്ങളോട് എനിക്ക് ആകെ ഒരു റിക്വസ്റ്റേ ഉള്ളൂ. പുല്ലൂരിൽ എൻ്റെ മക്കളോട്, എൻ്റെ അനിയന്മാരോട്, സഹോദരന്മാരോട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടത്തിയ അതേപോലെ തന്നെ സൗകര്യത്തോടു കൂടിയിട്ടും വളരെ ഉത്സാഹത്തോടു കൂടിയും ഈ പ്രാവശ്യം നമുക്കത് പൂർത്തീകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. AAK ഇന്റർനാഷണൽ ഗ്രൂപ്പ് മുസ്തഫയും ഫൈസൽ ജ്വല്ലേഴ്സ് MD ഫൈസൽ ബാബുവും ചേർന്ന് PPL സീസൺ 6 ഉദ്ഘാടനം നിർവഹിച്ചു. ശേഷം നടന്ന കരിമരുന്ന് പ്രയോഗം ഉദ്ഘാടനത്തിന്റെ മാറ്റുകൂട്ടി. എട്ട് ടീമുകളിലായി 100-ൽ പരം താരങ്ങൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ മാമാങ്കം മെയ് ആദ്യവാരത്തോടുകൂടെ സമാപനം കുറിക്കും. വെട്ടം ന്യൂസ്, തിരൂർ. ഡൽഹിയിൽ സമരം നടത്തിയിരുന്ന അണ്ണാ ഹസാരെ ബിജെപിയുടെ സ്വന്തം ആളായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ.എം. ഷാജി. തിരൂരിൽ UDF നടത്തിയ പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ഷാജി. ജനങ്ങൾക്ക് ഉപകാരം. ഇപ്പൊ നിങ്ങൾ അരിങ്ങാ പറയും കേന്ദ്രം, തിരൂരിൽ വിലക്കായിട്ട് കേന്ദ്രം ഉണ്ടോ? ആരാ പറഞ്ഞ ഞങ്ങൾ കേന്ദ്രത്തിന്റെ നെറികേടല്ല ഇതുവരെ പ്രസംഗിച്ചത്? പക്ഷെ ഇവിടെ മാത്രമേ കേന്ദ്രമുള്ളൂ. തമിഴ്നാട്ടിന്റെ കേന്ദ്രം ബംഗ്ലാദേശും, കർണാടകയുടെ കേന്ദ്രം പാകിസ്ഥാനും അല്ലല്ലോ, ഇന്ത്യൻ അല്ലേ? പിന്നെ തിരൂരിൽ പോയി ഡീസൽ അടിച്ചാൽ അതിനേക്കാൾ 10 രൂപ കുറവാണല്ലോ കർണാടകയിൽ പോയി അടിച്ചാൽ. അതിന്റെ റഷ്യന്ന് കർണാടക നേരിട്ട് പെട്രോൾ വാങ്ങുന്നുണ്ടോ? ഈ മോദി കൊടുക്കുന്ന പെട്രോളിനല്ലേ? എങ്ങനെ 10 രൂപ കുറവ്? അവിടെ ഭരിക്കാൻ അറിയണ കോൺഗ്രസ് ഭരിക്കണത്, മനസ്സിലായോ? അതുകൊണ്ട് 10 രൂപ കുറവാണ്. ഇവിടുത്തെ അരിയുടെ വിലയാണോ മുണ്ടിൽപ്പെട്ടിയിൽ അരിയുടെ വില? ഇവിടുത്തെ മുളകിന്റെ വിലയാണോ അങ്ങ് എന്താണ് തമിഴ്നാട്ടിൽ പോയാൽ അവിടുത്തെ മുളകിന്റെ വില? അല്ലല്ലോ. നിങ്ങൾ ഈ വില പിടിച്ചുകായിട്ട് നിർത്താൻ എന്താ ചെയ്തത്? എന്ത് സംവിധാനം ചെയ്തത്? എന്താ സ്ത്രീകളിരിക്കണ്? ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ സ്ത്രീകളോട് പറയാറുണ്ട്, വെറുതെ ഇവിടെ നിന്നിട്ട് തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയിക്കൊള്ളിന്ന് എന്തൊരു സുഖാണെന്ന്. ഇപ്പം ഭർത്താവ് പോയിട്ട് രാവിലെ ഒന്ന് തെറ്റി, ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു പിരിമുറുക്കം, നേരെ ബസ് കയറി കുത്തിർക്കുക. അപ്പൊ അങ്ങനെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിലെ പിരിമുറുക്കൊക്കെ ഒന്നായും വൈകുന്നേരം ആകുമ്പോൾ മൂപ്പര ചൂട് മാറും, ഉഷാറായി. കാരണം എന്താ? ബസ്സിന് പൈസ കൊടുക്കണ്ട പെണ്ണുങ്ങൾക്ക്.
ബസ്സിന് പൈസ ഇല്ല. തമിഴ്നാട്ടിലും കർണാടകയിലും പെണ്ണുങ്ങൾക്ക് ഏടെ പോവാനും പൈസ ഇല്ല. പൈസ വേണ്ട, 10 രൂപ വേണ്ട, ബസ് കയറി കുത്തിർന്നാ മതി. അണ്ണാ ഹസാരയ്ക്കും ബാബരാം ദേവിനും വേണ്ടി കേരളത്തിൽ 200ഓളം പ്രകടനം നടത്തിയെന്ന് അഭിമാനത്തോടെ സ്വന്തം വെബ്സൈറ്റിൽ എഴുതിയ പാർട്ടിയാണ് CPM. കേജ്രിവാളും അന്ന് ഹസാരയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നത് ചരിത്രമാണെന്നും പറഞ്ഞു. UDF നിയോജക മണ്ഡലം ചെയർമാൻ KA പത്മകുമാർ അധ്യക്ഷം വഹിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA, ഗഫൂർ വളാഞ്ചേരി, വെട്ടം ആലിക്കോയ, പന്ത്രോളി മുഹമ്മദ് അലി, യാസർ പൊട്ടച്ചോല, K ഇബ്രാഹിം ഹാജി, യാസർ പയ്യോളി, PV സമ, KK റിയാസ് എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. മടവൂർ CM വലിയുല്ലാഹി അവർകൾ ജീവിതകാലത്ത് പല തവണകളായി സന്ദർശിച്ചിരുന്ന ചെറിയമുണ്ടം മുഹീദ്ദീൻ ബസാറിലെ പ്രസിദ്ധമായ മടവൂർ ഉറൂസ് മുബാറക്ക് ഈ വർഷവും വിപുലമായി മെയ് 3, 4, 5 തീയതികളിൽ നടക്കും. മടവൂർ CM വലിയുല്ലാഹി അവർകൾ ജീവിതകാലത്ത് പല തവണകളായി സന്ദർശിച്ചിരുന്ന ചെറിയമുണ്ടം മുഹീദ്ദീൻ ബസാറിലെ പ്രസിദ്ധമായ മടവൂർ ഉറൂസ് മുബാറക്ക് ഈ വർഷവും വളരെ വിപുലമായി മെയ് 3, 4, 5 വെള്ളി, ശനി, ഞായർ തീയതികളിൽ നടക്കുകയാണ്. മെയ് 3 ശനി വൈകുന്നേരം പതാക ഉയർത്തുന്നതോടെ പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിക്കുകയും മഗ്‌രിബിന് ശേഷം എളങ്കൂർ സയ്യിദ് മുത്തുക്കോയ തങ്ങൾ, ആറ്റുപുറം അലി ബാക്കവി ഉസ്താദ് നേതൃത്വം നൽകുന്ന അത്തവസ്സുലു ബിൽ മടവൂർ എന്ന നാമത്തിലുള്ള വളരെ പ്രൗഢമായ ദിക്ർ ഹൽഖയും രണ്ടാം ദിവസമാകുന്ന മെയ് ശനി രാവിലെ 8 മണിക്ക് 6ഓളം വരുന്ന ബസ്സുകളിലായി മടവൂർ മഖാമിലേക്കുള്ള സൗജന്യ സിയാറത്തും നടക്കുകയാണ്. മെയ് 5 ഞായറാഴ്ച വൈകുന്നേരം മടവൂർ മഹബ്ബ നഗരിയിൽ നടക്കുന്ന കേരളത്തിലെ പ്രമുഖ ആത്മീയ മജ്ലിസ് അറിവിൻ നിലാവും ദുആ മജ്ലിസോടും കൂടി പ്രോഗ്രാം സമാപിക്കും. അനസമാനി പുഷ്പഗിരി, സഫ്വാൻ സഖാഫി പത്തപ്പരിയം തുടങ്ങിയവർ ആത്മീയ മജ്ലിസിന് നേതൃത്വം നൽകുകയും ചെയ്യും. ഉറൂസിന് മുന്നോടിയായി ചെറിയമുണ്ടം പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും വസ്ത്രവും 100ഓളം വിധവകൾക്ക് ഡ്രസ്സും ആരോഗ്യരംഗത്ത് സ്ത്രീകളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യവുമായി ലേഡീസ് ഹെൽത്ത് ക്യാമ്പും രക്തം ആവശ്യമുള്ളവർക്ക് അവലംബിക്കാവുന്ന CM ബ്ലഡ് ബാങ്ക് തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നുണ്ട്. മെയ് 3 ശനിയാഴ്ച വൈകുന്നേരം പതാക ഉയർത്തുന്നതോടെ പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിക്കുകയും മഗ്‌രിബിന് ശേഷം എളങ്കൂർ മുത്തുക്കോയ തങ്ങളും ആറ്റുപുറം അലി ബാഗവി ഉസ്താദും നേതൃത്വം നൽകുന്ന അത്തവസ്സുലു ബിൽ മടവൂർ എന്ന നാമത്തിൽ പ്രൗഢമായ ദിക്റൽ ഹൽഖയും രണ്ടാം ദിവസമാകുന്ന മെയ് 4 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് 6 ബസ്സുകളിലായി മടവൂർ മഖാമിലേക്കുള്ള സൗജന്യ സിയാറത്തും നടക്കുന്നതാണ്. മെയ് 5 ഞായറാഴ്ച വൈകുന്നേരം മടവൂർ മഹബ് നഗരിയിൽ നടക്കുന്ന കേരളത്തിലെ പ്രമുഖ ആത്മീയ മജ്ലിസ് അറിവിൻ നിലാവും ദുആ മജ്ലിസോടുകൂടി പ്രോഗ്രാമും സമാപിക്കും. അനസമാനി പുഷ്പഗിരി, സഫ്വാൻ സഖാഫി പദപ്പിരിയം തുടങ്ങിയവർ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകും. ഉറൂസിന് മുന്നോടിയായി ചെറിയമുണ്ടം പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും വസ്ത്രവും 100ഓളം വിധവകൾക്ക് ഡ്രസ്സും ആരോഗ്യരംഗത്ത് സ്ത്രീകളെ ബോധവൽക്കരിക്കുന്നതിനായി ലേഡീസ് ഹെൽത്ത് ക്യാമ്പ്, രക്തം ആവശ്യമാകുന്നവർക്ക് അവലംബിക്കാവുന്ന CM ബ്ലഡ് ബാങ്ക് തുടങ്ങി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. മുഹമ്മദ് ഷെരീഫ് സഖാഫി, സിദ്ദീഖ് മുസ്ലിയാർ, ഫരീദ് ഹാജി, മുസ്തഫ ഹാജി, മുസ്തഫ അരയാലൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, ചെറിയമുണ്ടം. സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും സഹകരണ സ്ഥാപനങ്ങളെ കൊള്ളയടിക്കുകയും അത് മൂടിവെക്കുകയും ചെയ്യുന്നുവെന്ന് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോട്ടക്കൽ മണ്ഡലത്തിലുള്ള തെന്നല സർവീസ് സഹകരണ ബാങ്ക് എന്നും അഡ്വക്കേറ്റ് നിവേദിത പറഞ്ഞു. കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി. തെന്നല സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതിയെക്കുറിച്ച് കിട്ടുന്ന കൂടുതൽ വിവരങ്ങൾ, തെളിവുകൾ പുറത്തു വരുമ്പോൾ ഇവിടെ LDFും UDFും ഒന്നിച്ചു നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള സൊസൈറ്റികളിൽ നടക്കുന്ന അഴിമതികൾ മൂടിവെക്കുന്നുള്ളത് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. കാരണം ഈ ഒരു വിഷയം കോടതിയിൽ നിലനിൽക്കുമ്പോൾ നിരന്തരം സ്റ്റേ ഓർഡർ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ആ സ്റ്റേ വിഡ്രോ ചെയ്ത് ലിഫ്റ്റ് ചെയ്തെടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടും അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഒരു നയാ പൈസ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ കാരണം ആ കേസ് കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതുപോലെ തന്നെ ഇതിൻ്റെ ചുമതലപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇപ്പോൾ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവും. അതിനു മുമ്പായി LDFും UDFും ഈ അന്തർധാര, അവർ തമ്മിലുള്ള അന്തർധാര എന്ത് തന്നെ ആയാലും
ഇവർക്കിപ്പോൾ നിരവധിയായിട്ടുള്ള തുകകൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇവിടുത്തെ ഇൻവെസ്റ്റർമാർക്ക് കൊടുക്കാനുള്ള പൈസ അവർ കൊടുത്ത് ഈ കാര്യം അവസാനിപ്പിക്കണം. അല്ലാത്ത പക്ഷം അവർ വലിയ ഒരു ദുരന്തത്തിലേക്ക് ഈ ജനങ്ങളെ എത്തിക്കും. അതിനെന്തായാലും ഇടയാക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ അവരോടൊപ്പം ഉണ്ടായിരിക്കും. കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ കോട്ടക്കൽ മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചത്. മണ്ഡലത്തിലെ കോട്ടപ്പടി, മുളിയൻകോട്ട, ഇന്ത്യനൂർ, കോട്ടപ്പുറം, കാരേക്കാട്, കാടാമ്പുഴ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. ഉച്ചയ്ക്ക് ശേഷം കുറ്റിപ്പുറം മണ്ഡലത്തിലെ കാവുംപുറം, വൈക്കത്തൂർ, വലിയകുന്ന്, വളാഞ്ചേരി, കുറ്റിപ്പുറം ടൗൺ എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു. സ്ഥാനാർത്ഥിക്കൊപ്പം BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK സുരേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി PP ഗണേശൻ, സംസ്ഥാന കൌൺസിൽ അംഗം സുരേഷ് പാറത്തൊടി, കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് ഷൈജു തലക്കാപ്പ്, കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റ് KT അനിൽകുമാർ, മനോജ് പാറശ്ശേരി, വിജയകുമാർ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. കോട്ടക്കൽ മുനിസിപ്പൽ കൌൺസിലർമാരായ KP ഗോപിനാഥ്, ജയപ്രിയൻ TS, ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയും കോട്ടക്കൽ മണ്ഡലം പ്രഭാരിയുമായ ഹുസൈൻ വരിക്കോട്ടിൽ, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരിജ കാടാമ്പുഴ, കുറ്റിപ്പുറം മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുരേഷ് PP, ഹരിദാസൻ P, OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് വാസുദേവൻ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, കോട്ടക്കൽ. നാട്ടിടവഴികളിൽ നാട്ടുകാരനായി മാറി പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസയുടെ പര്യടനം. കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും മനം കവർന്ന് ഹംസ വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയപ്പോൾ ഹൃദയം പകർത്തു നൽകി വോട്ടർമാർ വരവേറ്റു. തവനൂർ, പൊന്നാനി നിയമസഭാ മണ്ഡലങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലായിരുന്നു ബുധനാഴ്ച പര്യടനം. പൊന്നാനിയുടെ മാറ്റത്തിന് കുതിപ്പേകുന്നതായിരുന്നു പര്യടന കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ. സ്ഥാനാർത്ഥിയെ കാണാനും അഭിവാദ്യം ചെയ്യാനും വോട്ടർമാർ കൂട്ടമായി എത്തിയതോടെ സ്വീകരണങ്ങൾ ജനകീയമായി. നാട്ടുകാരനായി മാറിയ ഹംസയോടുള്ള കരുതൽ സ്വീകരണ യോഗങ്ങളിൽ പ്രകടമായിരുന്നു. അതിനാൽ പുഷ്പങ്ങളും ഫലങ്ങളും മറ്റു കാർഷികോൽപ്പന്നങ്ങളും അവർ സ്ഥാനാർത്ഥിക്കായി കാത്തുവച്ചു. അവ സമ്മാനിച്ച് നാട് ഹംസയെ സ്നേഹം കൊണ്ട് ഊട്ടി. പുറത്തൂർ പഞ്ചായത്തിലെ നായർത്തോട് നിന്നായിരുന്നു പ്രചാരണ തുടക്കം. മംഗലം, തൃപ്രങ്ങോട് പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെത്തി. വിവിധ കേന്ദ്രങ്ങളിൽ KV സുധാകരൻ, കൂട്ടായി ബഷീർ, A ശിവദാസൻ, പാട്ടത്തിൽ ഇബ്രാഹിംകുട്ടി, CP ഷുക്കൂർ, R മുഹമ്മദ് ഷാ, ഉദയൻ, E അഫ്സൽ, ലത്തീഫ് കാനൂർ തുടങ്ങിയവർ സംസാരിച്ചു. പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ പെരുമ്പടപ്പ്, വെളിയങ്കോട്, മാറഞ്ചേരി പഞ്ചായത്തുകളിലും നഗരസഭാ പ്രദേശങ്ങളിലുമായിരുന്നു പര്യടനം. വിവിധ കേന്ദ്രങ്ങളിൽ T സത്യൻ, മുഹമ്മദ് കുഞ്ഞി, PK കലിമുദ്ദീൻ, അഡ്വക്കേറ്റ് സിന്ധു, MB ഫൈസൽ, സുരേഷ് കാക്കനാത്ത്, TM സിദ്ദീഖ്, ആറ്റുണ്ണി തങ്ങൾ, തേജസ്, K രാജൻ, നാസർ, റഫീഖ് മാറഞ്ചേരി, OO ഷംസു തുടങ്ങിയവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.